നമുക്ക് അടുത്ത റൂമിലേക്ക് പോയാലോ. ഇവിടെ വേറെ ഉണ്ടാവും മുനു. ഇത് ജാസിൻ റൂം. ഇതില് പ്രത്യേകിച്ച് ഒന്നുമില്ല. ജാസിന്റെ ജാസി ഒറ്റക്ക ഇവിടെ മിക്കവാറും ടൈമില് ഒറ്റക്ക. ജാസിന്റെ ഡയറിയും മാക്കും താക്കോലല്ലേ ആണോ? ആയിക്കോട്ടെ. ജാസി ഇവിടെ എന്താ ചെയ്യാറ്? കൂടുതൽ കുക്കിംഗ് റെസിപ്പീസ് ഒക്കെ ആലോചിക്കാറാണോ? ജാസിന്റെ അടുത്ത ആവശ്യം എന്ന് പറഞ്ഞാൽ ഇവിടെ AC വെച്ച് കൊടുക്കല. കാരണം ഷമീറിന്റെ റൂമിൽ എന്റെ റൂമിൽ AC ഉണ്ട്. ഇവന്റെ റൂമിൽ AC ഇല്ലാത്തതുകൊണ്ടാണ് ഇവന്റെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ അടുത്ത പരിപാടി ജാസിക്ക് ഇവിടെ AC വെച്ച് കൊടുക്കല. പിന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്തോണ്ട് എക്സ്പ്ലെയിൻ ചെയ്യും. ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല. അല്ലെ പിന്നെ നീന്റെ അൽമാര ഓർക്കണം. നീ എന്താ കൂടുതൽ സമയം ഇവിടെ ചെയ്യല്? അങ്ങനെ ചെലവഴിക്കല്, അതായത് കുക്ക് ചെയ്തിട്ട് ബാക്കി സമയം കിട്ടലുണ്ടോ എനിക്ക്? ഞാൻ നിന്നോട് ഇതൊന്നും ഇതുവരെ ചോദിച്ചിട്ടില്ല. നീ എന്താ ഈ റൂമിൽ ചെയ്യല്? അല്ല അങ്ങനല്ല, പരിപാടി കാര്യങ്ങള് കഥയല്ല പാട്ട്. ഇവൻ റാപ്പ് തുടങ്ങാനുള്ള ഒരു പരിപാടി ഉണ്ട്. എന്തൊരു ക്രിഞ്ചാണത്, പേടിച്ചു പോയി. എന്നാലും രണ്ടുപേര് എന്തിനെ പറ്റിട്ട് സാധാ ഒരു റാപ്പ്. എന്നാലും തൊപ്പിനെ പറ്റി രണ്ടുപേര് റാപ്പ്. തൊപ്പിനോട് കളിക്കാൻ നിക്കട്ട മോനെ കടിച്ചെന്നിട്ട് കളിച്ചിട്ട് അല്ല എനിക്ക് ഇങ്ങനെ രണ്ട് ടൈപ്പ് ആൾക്കാരുണ്ടാവും. ഒന്ന് പെട്ടെന്ന് ഫ്രീ സ്റ്റൈൽ പരിപാടി പെട്ടെന്ന് എടുക്കുന്ന ആൾക്കാരുണ്ടാവും. പിന്നെ കുറെ ചിന്തിച്ച് ഞാൻ വെച്ചാല് കുറച്ച് ചിന്തിച്ച് എങ്ങനെ. അപ്പൊ നീ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന ഈ സ്ഥലം? ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഈ താഴേന്ന് ഒന്നാമത്തെ കാര്യം ഞാൻ ഈ വീട്ടിൽ കൂടുതൽ സമയം ഉണ്ടാവില്ല. അല്ല, ഞാൻ വേറൊരു താമസ സ്ഥലമുണ്ട്, അപ്പാർട്ട്മെന്റ് ഉണ്ട്. അപ്പൊ ഞാൻ കൂടുതൽ അവിടെ ആയിരിക്കും. പക്ഷെ ഞാൻ ഇവിടെ വരുന്ന സമയത്തെല്ലാം താഴെ അല്ലാണ്ട് ഞാൻ മുകളിലേക്ക് അധികം കയറില്ല. അപ്പൊ ഇവരെല്ലാം കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇവരെ ജോലികൾ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്ന് എന്താ ചെയ്യുന്നത് ഇതൊന്നും എനിക്ക് അറിയില്ല. ഞാൻ ഇതുവരെ ചോദിച്ചിട്ടുമില്ല. അപ്പൊ നീ എന്താ ചെയ്യല്? അല്ല ചെയ്യല് ഇതന്നെ. പിന്നെ നമ്മളെ തട്ടിക്കൂട്ട് എഡിറ്റിംഗ് പരിപാടി ഉണ്ടല്ലോ. കാരണം കുക്കിംഗ് എന്ന് പറഞ്ഞ വന്ന സമയത്ത് ഞാൻ എഡിറ്ററും കൂടി ടെക്നിക്കലും കൂടി അറിയാന്ന് പറഞ്ഞിട്ട് ഒരു ലൊട്ടയും എനിക്ക് അറിയില്ല. അപ്പൊ അതിന്റെ ചെറിയ പരിപാടി കാര്യങ്ങള്, പിന്നെ ഇതേപോലെ തന്നെ റാപ്സ് കാര്യം, ഇത് അതന്നെ നമ്മളെ അങ്ങനത്തെ ഒക്കെ ആയിട്ട്. ഇനി വീട്ടിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് പ്ലേസ്, ഏറ്റവും ഇമ്പോർട്ടന്റ് പ്ലേസിലേക്ക്, അതായത് മമ്മൂന്റെ റൂം. മോനെ മമ്മൂന്റെ റൂം എന്ന് പറഞ്ഞാൽ അതൊരു റൂമാണ്. അതിന് മുന്നേ വേണേ നമുക്ക് ബാൽക്കണി കാണിക്കാം. ബാൽക്കണി വേണേ നമുക്ക്, ഇതാണ് നമ്മുടെ ബാൽക്കണി കേട്ടോ. നമുക്ക് ഇവിടുന്ന് സത്യം പറഞ്ഞാൽ നമ്മളെ വീടിന്റെ ചുറ്റും ആ ഒറ്റ വീട് മാത്രമേ ഉള്ളൂ, ചുറ്റും വേറെ ഒറ്റ വീടില്ല. ബാക്കിലായാലും ഫ്രണ്ടായാലും മൊത്തം ഒരു കുറെ 100-150 മീറ്ററോളം ഒരു വീടുകളും ഇല്ല. അപ്പൊ ഇവിടെ എന്തോ ഒച്ചപ്പാട് എത്ര സൗണ്ടിലും ആണെങ്കിലും ഈ ഒരു ഏരിയ സ്ഥലം നമ്മൾ തിരഞ്ഞെടുക്കാനുള്ള ഏറ്റവും മെയിൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ മുന്നേ പ്രൈവസിയാണ്. മുന്നേ നിന്നിരുന്ന സ്ഥലങ്ങളിലെല്ലാം ഏറ്റവും വലിയ പ്രശ്നങ്ങൾ വരുന്നത് തൊട്ടടുത്തടുത്ത് വീടുകളുള്ളതുകൊണ്ട് അവർക്കെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ലൈവും കാര്യങ്ങളും ചെയ്യുമ്പോൾ ഭയങ്കര ഒച്ചപ്പാടും ബഹളമായിട്ട് കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇത് അത്രയും നമ്മൾ തപ്പി കണ്ടുപിടിച്ച ഒരു സ്ഥലമാണ്. അതായത് ഒരുപാട് സ്ഥലത്ത് തപ്പി കുറെ സ്ഥലത്ത് നമുക്ക് 2-3-4 മാസം നമ്മൾ ഈ വീട് തപ്പി നടന്നിട്ട് നമുക്ക് കിട്ടിയ. കാരണം ചുറ്റും വീടുകളില്ലാത്ത അത്യാവശ്യം ഇത് പ്രൈവസി ഉള്ള ഒരു സ്ഥലമാണ് നമ്മൾ തപ്പിക്കൊണ്ടത്. അങ്ങനെ ഇതാക്കിയ ഇപ്പൊ ആകെ ഉള്ള ഒരു വീട് എന്ന് പറഞ്ഞാൽ ആ വീടാണ്. ആ വീട് എന്ന് വെച്ചാൽ വലിയ കുഴപ്പമില്ല, സപ്പോർട്ടാ. വലിയ സപ്പോർട്ട് എന്ന് പറയാൻ പറ്റില്ല, അവരെ കാര്യങ്ങൾ നോക്കിയിട്ട് പോകുന്നത്. അവരങ്ങനെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടലില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ ചുറ്റും വീടുകളില്ല, 100-150 മീറ്ററോളം ചുറ്റും. ഇപ്പുറത്തെ ഭാഗത്തല്ല, ബാക്കിലെ ഭാഗത്തെന്നെല്ലാം പറഞ്ഞാൽ ഭയങ്കര വലിയ കാടാ. മീൻസ് ഒന്നുമില്ല, കാലി ഏരിയ. രാത്രിയിലും പേടിയാവും. ഒരു പ്രേതം വൈബുള്ള ഒരു സ്ഥലം. രാത്രിയാണെങ്കിൽ ഞാൻ കാണിച്ചു തരുന്നു. കുറെ പാമ്പുകളും ഉണ്ട്. അപ്പൊ ഇതാണ് നമ്മളെ ബാൽക്കണി. അയൽവാസികളോടൊക്കെ എങ്ങനെയാ? അയൽവാസികളോട് പറഞ്ഞാൽ ആകെയുള്ളത് ഒറ്റ അയൽവാസിയാ. പുള്ളി എന്ന് പറഞ്ഞാൽ അവിടെ ഒറ്റക്ക് താമസിക്കുന്ന ആളാന്ന് എനിക്ക് തോന്നുന്നു. അവിടെ ആരൊക്കെ ഉള്ളതെന്ന് പോലും നമുക്ക് അറിയില്ല. അല്ലെ, നമ്മൾ ഇതുവരെ ആളെ കണ്ടിട്ട് അങ്ങനെ അവിടെ ആൾ താമസം ഉണ്ടോന്ന് ചോദിച്ചാൽ ഡ്രസ്സൊക്കെ അലക്കി ഇട്ടിട്ടുണ്ട്. അപ്പൊ അതെ, ചേച്ചിയുടെ ഡ്രസ്സൊക്കെ അവിടെ ഡ്രസ്സ് കണ്ടിട്ടാണ് ആൾക്കാരുണ്ട് എന്ന് നമ്മൾ അറിയുന്നത്. അല്ലാണ്ട് അവിടെ ഉള്ള ആൾക്കാരായിട്ട് നമുക്ക് പരിചയമോ ഇതോ ഇല്ല. അത് നല്ലതാ. അപ്പുറത്തിപ്പുറത്തെ ആൾക്കാർ നമ്മളെ കാര്യം അവർ നോക്കുന്നില്ല, അവരാരും നമ്മൾ നോക്കുന്നില്ല. അങ്ങനെ ഒരു പ്രൈവസി നല്ലതാ. ഇങ്ങോട്ട് മാറിയിട്ട് ഇപ്പൊ എത്ര നാളായി? നമ്മള് 6 മാസമായോ? 5 4
4 മാസമായിട്ടുള്ളൂ അതെ 4 മാസമായിട്ടുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ ഇനി ഓക്കെ മെയിൻ റൂം കമോൺ നമ്മള് മമ്മൂന്റെ റൂമിലേക്ക് പോയത്. മമ്മൂന്റെ റൂമിൽ വിളിക്കാണ്ട് കയറി മമ്മ ചൂടാവും. ഇതെന്താ മോളെ മൂക്കൊന്ന് പൊത്തിയിട്ട് ഇങ്ങനെ വടക്ക് ഒന്ന് പ്രൊട്ടക്ഷൻ എടുത്തോ. ഇവിടെ വല്ല പല്ലിയോ അണലി പാമ്പ് പാറ്റ എലി ഇതാണ് അവസ്ഥ. ഇവന്റെ ഇഷ്ടം ഇവനിക്ക് ഇതാണ് ഇഷ്ടം. ഇവിടെ എങ്ങനെ കിടക്ക എനിക്ക് ഫീൽ ഫ്രീ. മമ്മൂന്റെ കൊട്ടാരം ഇതാണ്. കൊറേ സമയം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ വല്ല പാമ്പോ വലിയ കടിക്കും. അതുകൊണ്ട് ഞാൻ പോകുന്നു മോനെ. മമ്മൂന്റെ കൊട്ടാരത്തിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യും. മമ്മൂന് ഇതാ ഇഷ്ടം. മമ്മൂന്റെ ഡിഫോൾട്ട് ഇതാ. മമ്മു ജനിച്ചത് ഇങ്ങനെയാണ്. മമ്മു ജീവിക്കുന്നത് ഇങ്ങനെയാണ്. ഈ വീട്ടിൽ ഏറ്റവും വൃത്തിയുള്ള റൂം ഇതല്ലേ? എക്സ്പ്ലെയിൻ ചെയ്യുമ്പോ നിന്റെ റൂമിനെ കുറിച്ച് പറഞ്ഞു കൊടുക്ക. ഇടയ്ക്കെങ്കിലും ഒന്ന് വൃത്തിയാക്കുക, മടക്കി വെക്കുക, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ തോന്നൂല? ഞാൻ കുറച്ച് മടിയനാവോണ്ട് പിന്നെ വേണ്ട, കുഴപ്പമില്ല. പുതിയൊരു കട്ടിൽ വാങ്ങി കൊടുക്കണം. എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഇവന് ഏതെങ്കിലും ഒരു എത്ര നല്ല വൃത്തിയുള്ള റൂം കൊടുത്താലും ഇപ്പൊ ഇവനെ മാറ്റിട്ട് അപ്പുറത്തെ റൂമിലേക്ക് ആക്കി വിചാരിക്കാം. 3 ദിവസം അതിനുള്ള ആ റൂം ഇതുപോലെ ആവും. അത് ഗ്യാരണ്ടിയാ. മുന്നേ നമ്മൾ താമസിച്ചിരുന്ന സ്ഥലത്ത് ഇങ്ങനെ തന്നെയാ. അന്നാ മുനുവിന്റെ റൂംമേറ്റ് ആക്ക്. അപ്പൊ പിന്നെ ഒരിക്കലും മുനുവനെ അടുപ്പിക്കൂല. പ്രത്യേകിച്ച് ഈ വീട്ടിലെ മെയിൻ ഓപ്പോസിറ്റ് ക്യാരക്ടേഴ്സാ ഇവർ രണ്ടാളും. കാരണം അത്രയും വൃത്തി ചെയ്തും മെയിൻ ആയിട്ട് നോക്കുന്ന ഒരു OCD ആണ് മുനു. ഇവൻ എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റാ. ഇവൻ കക്കൂസി പോയാൽ പോലും വെള്ളം ഉപയോഗിക്കൂല. അങ്ങനത്തെ ഒരു ജന്മാണ് ഇവൻ. മറന്നു പോകുന്നല്ല. നിന്റെ റൂമിനെ കുറിച്ച് 2 വാക്ക് പറയുന്നുണ്ടെങ്കിൽ പറഞ്ഞ നമ്മളെ അടുത്ത സ്ഥലത്തേക്ക് പോയത്. ഇത് മൊത്തത്തിലൊന്ന് കാണിച്ചോ ഒന്ന് ചുറ്റി കാണിച്ചോ. ബ്രഷെല്ലാം ഇത് കട്ടിന്റെ മുകളിലായിരിക്കും. അത് ഉറങ്ങുമ്പോ ബ്രഷിന്റെ ഉറങ്ങി ഇവിടെ തന്നെ ബ്രഷ് ചെയ്തിട്ട് അവിടെ വെക്കും. വലിച്ചെറിഞ്ഞ് പോകുമ്പോ പിന്നീട് സാധനം കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് കഷ്ടപ്പെടൂലേ? പിന്നെന്ന് വെച്ചാ മമ്മൂന്റെ അലമാര നല്ല ഓർഗനൈസ്ഡ് ആയിട്ട് നല്ല ചിട്ട അടുക്കും ചിട്ടകളും കൂടി വെച്ച ഒരു അലമാര അല്ല. നല്ലതാ. തൊപ്പിക്കിടക്കുന്ന മടക്കിയൊക്കെ കൊടുത്തൂടെ? ഞാൻ അല്ല കുഴപ്പമില്ല. അല്ല പിന്നെ പാമ്പില്ലേ? എന്നിട്ട് അപ്പൊ ഇവിടെ ഏതെങ്കിലും മൃഗങ്ങൾ അങ്ങനത്തെ എന്തെങ്കിലും അതന്നെയല്ലേ പറഞ്ഞത്. ഇവിടെ പാമ്പുകൾക്കെല്ലാം ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഇതാണ്. കാരണം ഒരു മാളത്തിനേക്കാളും ഒരു കാട്ടിനേക്കാളും എത്രയോ നല്ലത് ഭേദം ഇവർക്ക് ഇതാണ്. മഴയും കൊള്ളണ്ട. അതല്ലടാ, കൂട്ടിനൊരു കാണ്ടാമൃഗമുണ്ട്. മമ്മു സിംഗിൾ അല്ലേ? മമ്മു കല്യാണം കഴിക്കുന്ന കുട്ടിക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടുമെന്ന് തോന്നിയിട്ടുണ്ട്. നീ കല്യാണം കഴിച്ചിട്ട് ഒരു പെണ്ണിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന ഓള വീടാണോ നീ കടത്തുക? എന്നിട്ട് നിങ്ങൾ എങ്ങനെ ഇവിടെ കിടക്കുക? അപ്പോ അങ്ങനല്ല. അല്ല, ഈ ഇത്രയും സാധനങ്ങളൊക്കെ ഇവിടെ ഒരു ഇത് കിട്ടുമോ നിങ്ങക്ക്? ഒരിക്കലും മാറൂല. അപ്പൊ ഉറപ്പാ? ഇവന് 1 വർഷത്തിന് മുകളിലായി എന്റെ കൂടെ. നമ്മള് ഒരു 3 ഡിഫറെന്റ് വീടുകൾ, 3 ഇത് 4ാമത്തെ വീട് നമ്മളെ അല്ല 3ാമത്തെ വീട്. ഈ 3 വീടുകളിലും മമ്മൂന്റെ റൂം ഒരുപോലെ ആയിരിക്കും. അത് വീടുകൾ മാറും, പക്ഷെ മമ്മു മാറൂല. അത് അങ്ങനെയാണ്. മമ്മു എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അതിലൊരു മാറ്റം നമ്മൾ പ്രതീക്ഷിക്കണ്ട. എത്ര നന്നാക്കി കൊടുത്താലും എത്ര വൃത്തിയാക്കിയാലും 1 ദിവസം അല്ലെങ്കിൽ 2-3 ദിവസം അതിനുള്ളിൽ ഇതുപോലെ. വന്നപ്പോ ഇങ്ങനെ ആയിരുന്നില്ല, ഇങ്ങനെ ആക്കിയതാ ഇവൻ ഇതാ ഇഷ്ടം. ശ്രമിക്ക്. അതല്ലേ പറഞ്ഞത്, നമ്മൾ ഇവനെ കാണണമെങ്കിൽ ആ ജനലിൽ കൂടെ ഈ കൊരങ്ങനെല്ലാം നോക്കുന്ന പോലെ അതായത് ഈ സൂവിന്റെ ഉള്ളില്
ഈ മറ്റേ പാമ്പുകളെല്ലാം ഉള്ളില് ഒരു ഇതിൽ വെക്കൂലേ, കൂട്ടിൽ വെക്കൂലേ, അതേപോലെ നമ്മളിങ്ങനെ ജനലിൽ കൂടെ നോക്കും, വിൻഡോയിൽ കൂടെ എത്തി നോക്കിയാടാ ഇങ്ങനെ സംസാരിച്ചിട്ട് നമ്മൾ പോകും. ഇതിന്റെ ഉള്ളിലേക്ക് ആരും കയറില്ല. അതിൽ ഞാൻ ആദ്യം പറഞ്ഞത് ഈ റൂമിൽ മമ്മു മാത്രമേ കയറും, വേറെ ആരും കയറില്ല. ബാക്കി എല്ലാവരും റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും ആൾക്കാർ. ഇപ്പം മുനു ഷമീർ ഒരു റൂമില്, ജാസിയും റാംബോയിലും ഒരു റൂം ഇങ്ങനെ ഷെയർ ചെയ്യും. പക്ഷെ ഈ അപ്പൊ അത്രേ ഉള്ളൂ. മൊത്തം 4 റൂമും കാണിച്ചില്ലേ? പിന്നെ ബാൽക്കണി കാണിച്ചു. പിന്നെ ഇതാ ഇങ്ങോട്ടേക്ക് നമുക്ക് മുകളിലേക്ക് ടെറസിലേക്ക് പോകുന്ന വഴി ഇതാണ്. ഇവിടെ അലക്കാനും ഇതാക്കാനും ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണ് ബാക്കിലെ ബാൽക്കണി, രണ്ടാമത്തെ ബാൽക്കണി. പിന്നെ ഇതുവഴി നമുക്ക് മുകളിലേക്ക് ടെറസിലേക്കുള്ള വഴി. വെഴുതും കയറുന്നോ? വാ ഫ്രണ്ടിൽ കയറിയോ. പിന്നെ വെച്ചാൽ നല്ല വ്യൂ ആണ്. ഇവിടെ നോക്കിയാ നമ്മളെ ചുറ്റുമുള്ള കാടും ഇതെല്ലാം കാണാൻ പറ്റും. ഈ ബെഡ്ഷീറ്റ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണോ? എനിക്കറിയില്ല. ഇതാണ് ടെറസ്. ഇവിടെയാണ് നിങ്ങൾ തുണിയൊക്കെ തോരടലൊക്കെ ചെയ്യല്ലേ? പിന്നെ മഴയിലുള്ള സമയത്ത് മുകളിലേക്ക് കയറി ഇങ്ങനെ നോക്കിക്കാൻ നല്ല രസമാണ്. ചുറ്റും കാടാണല്ലോ. നല്ല രസമാണ്. വൈകുന്നേരം സമയങ്ങളിലെല്ലാം മഴയെല്ലാം ഉണ്ടെങ്കിൽ ഒരു ചായയായിട്ട് ഇങ്ങോട്ട് കയറി വരും. എന്ന് വെച്ചാൽ ചുറ്റും കാടാണല്ലോ, നല്ല രസമാണ്. ഇവിടെ മഴയെല്ലാം പെയ്യുമ്പോൾ നല്ല രസമാണ്. പിന്നെ ഇവിടെ കണ്ടു ഒരു കുളമുണ്ട്. നോക്കി ഇവിടുന്ന് അങ്ങനെ തന്നെ ചാടാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ചാടാൻ പറ്റും. ഇവിടുന്ന് ചാടാൻ പറ്റുമായിരിക്കും. കണ്ടോ കുളം കണ്ടോ? മഴക്കാലത്ത് മാത്രമേ ഇത് കുളമാവും. നിങ്ങൾ കുളിക്കാറുണ്ട് ഇവിടെ? ഇവിടെ കുളിക്കൽ എന്ന് പറഞ്ഞാൽ കുറച്ച് ഡേഞ്ചറാണ്. കാരണം അതിന്റെ ഉള്ളിൽ എന്തെല്ലാം ഉണ്ടാവും പറയാൻ പറ്റില്ല. നമ്മൾ ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ചിലപ്പോൾ അതൊന്ന് വൃത്തിയാക്കിയിട്ട് നമ്മൾ ഇറങ്ങുമായിരിക്കും. കാരണം വീട്ടിൽ നിന്ന് ഡയറക്റ്റ് ഒരു കുളം നല്ല രസമല്ല. ചിലപ്പോൾ നമ്മൾ ഇറങ്ങും. ഇവിടുന്ന് ചാടാനാണോ? അല്ല, ഇവിടുന്ന് ചാടാൻ പറ്റും. അതിൽ ചാടും ചിലപ്പോൾ. ഇവിടുന്ന് ചാടും. അല്ല, ഇവിടുന്ന് ചാടില്ല. അതിൽ ആ സൺഷെയ്ഡിൽ ചാടാൻ പറ്റും. ഇവിടെ കുറെ മാവ് ഇതെല്ലാം ഉണ്ട് കേട്ടോ. നമ്മൾ ഇടക്കിടക്ക് മാങ്ങ കുറച്ച് കുന്നുണ്ട്. ഇത് മാവാ, 2 മാവുണ്ട്. ഇപ്പം ഇത് മാങ്ങ കിട്ടുന്ന സീസൺ അല്ലാന്ന് തോന്നുന്നല്ലേ? ഇപ്പൊ വിന്റർ സീസൺ അല്ലേ? നിനക്ക് അതിനെ കുറിച്ചൊന്നും വലിയ ഐഡിയ. ഇപ്പൊ ഒറ്റ മാങ്ങ ഇല്ലാത്തല്ലേ? എല്ലാവരും നമ്മളിവിടെ വന്ന ടൈം എന്ന് പറഞ്ഞാൽ ഇവിടെ മൊത്തം മാങ്ങ. ഈ മരം പറിക്കാൻ പറ്റും. ഇങ്ങനെ കൈയിട്ട് പറിക്കാൻ പറ്റും. കാരണം ഈ ഇലകളെക്കാളും കൂടുതൽ മാങ്ങ പോലെ അത്രയും കൂടുതൽ ഇങ്ങനെ തൂങ്ങിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഇല്ല ഒന്നും. കാക്കൊണ്ട് പോയി. അപ്പൊ അങ്ങനെ നമ്മള് തൊപ്പിയുടെ വീടും പരിസരവും ചുറ്റുപാടൊക്കെ കണ്ടു. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? അടിപൊളിയായിരുന്നു വീട്. നല്ല വീട്. തൊപ്പിന്റെ വീട് എന്ന് പറയാൻ പറ്റില്ല. ഇത് ആക്ച്വലി MRG ഗ്യാങ് ഹൗസ് ആണ്. അതായത് MRGന്റെ ഹോം എന്ന് പറയാം, ഗ്യാങ് ഹൗസ്. അതാണ് ഇത്. എന്റെ വീടല്ല. അപ്പം നല്ല വീട്, നല്ല ആൾക്കാര്, നല്ല അടക്കം ഒതുക്കമുള്ള പയ്യന്മാർ. പ്രത്യേകിച്ച് ആരെങ്കിലും ഉണ്ടോ? പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറയേണ്ട ആവശ്യം. പറയണം. അല്ല, നമ്മളെല്ലാവരും ചോദിക്കുന്ന കാര്യം. എല്ലാവരും വൈബാണ്. ഓരോരുത്തരും ഓരോ രീതിയില് ലൈക് പല ടൈപ്പ് ക്യാരക്ടേഴ്സ്, പലതരത്തിലുള്ള ക്യാരക്ടേഴ്സ് ആണ്. ബട്ട് ഓവറോൾ ഗ്യാങ് അടിപൊളിയാണ്. പക്ഷെ എന്നാലും ഇവിടെ ഗ്യാങ് ഹൗസ് വിസിറ്റ് ചെയ്യാൻ വരുന്ന എല്ലാ ഗസ്റ്റുകളോടും നമ്മൾ പോകുമ്പോൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ആരാണ് ഫേവറേറ്റ് മെമ്പർ എന്നുള്ളത്. എന്നെ പറയരുത്. അല്ല, അങ്ങനല്ല, എന്നെ പറയരുത്. അങ്ങനെയൊക്കെ ചോദിച്ചാല് ഇപ്പൊ എന്താ പറയാ, ആദിലോ? ഓക്കെ. മമ്മൂന് ഇഷ്ടപ്പെട്ടില്ല? ഓൾറെഡി മമ്മു ഫേവറേറ്റ് ആണ്. മമ്മൂന് ഇഷ്ടപ്പെടാത്ത മമ്മൂന്റെ റൂമിലേക്ക് കയറിയോടുകൂടി മമ്മൂനോട്ടുള്ള എല്ലാം പോയല്ലേ. ഓക്കെ. അപ്പം ഒരു ലോങ് ഷൂട്ടിന് ശേഷം താങ്ക് യു സോ മച്ച്. സത്യം പറഞ്ഞാൽ എന്താ ഒന്നുമില്ല, താങ്ക് യു സോ മച്ച്, അത്രേ ഉള്ളൂ. ഓക്കെ.